ഇല്ല. നോക്കിപ്പോൾ കുരുക്ക് മുറുകുന്നു എന്നാണല്ലോ ചോദ്യം. കുരുക്ക് മുറുകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, ആ കുറ്റാരോപിതരെ വെറുതെ വിടാം, അല്ലെങ്കിൽ ആ കുറ്റാരോപിതരെ ശിക്ഷിക്കാം, എക്സോണറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺവിക്ട് ചെയ്യാം. അപ്പോൾ ഒരു കേസ് അതിൻ്റെ നാച്ചുറൽ, ഇവിടെ ഒരു കേസുണ്ട്, ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് വിവിധ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോയേ പറ്റുള്ളൂ. അതിനെത്രത്തോളം കാലതാമസം എടുക്കുമെന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റുള്ളൂ. ഒന്നുകിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ വെറുതെ വിടണം. അപ്പോൾ ഈ കേസിൻ്റെ ഓരോ ഘട്ടം നോക്കൂ. ഇപ്പം ആദ്യം നമ്മൾ ഈ കേസ് അറിയുന്നത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവിടെ പറയുന്നു 1.72 കോടി വീണയുടെ എക്സാലോജിക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അന്ന് പറഞ്ഞിരുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വീണയെ കേട്ടിട്ടില്ല, വീണയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് മാത്രവുമല്ല, ആ കമ്പനി ഡോർമെൻ്റായി, ആ കമ്പനി മരവിപ്പിച്ചിരിക്കുന്നു, ആ കമ്പനി നഷ്ടത്തിലായി പോയി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇത് എക്സ്പെൻഡ് ചെയ്യാനൊന്നും ഇനി പോകേണ്ട, കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, എല്ലാം നിർത്തിയിരിക്കുന്നു എന്നാണ്. പക്ഷേ അടുത്ത ഘട്ടം നോക്കൂ, അവിടെ അത് അവസാനിച്ചില്ല. അത് ROCയിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വീണയ്ക്ക് ഇത് വിശദീകരിക്കാനുള്ള അവസരം ലഭിക്കുന്നു, അതിനകത്ത് അവ്യക്തതയുണ്ട് എന്നുള്ള ROC റിപ്പോർട്ട് വരുന്നു, അതിൻ്റെ ഹാജരാക്കിയ കാര്യങ്ങളെല്ലാം അപര്യാപ്തമാണ് എന്ന് പറയുന്നു. രണ്ടാമത്, ഡോർമെൻ്റായി പ്രഖ്യാപിക്കാൻ വേണ്ടി ചെയ്ത എല്ലാ നടപടിക്രമങ്ങളും കുറ്റകൃത്യങ്ങളായി വരുന്നു. എന്ന് മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുള്ള രേഖകൾ, തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ വരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ROC റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ വീണ്ടും കുരുക്ക് മുറുകുകയാണ്. ഇപ്പോൾ SFIO വരുന്നു. SFIO വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുതരമായൊരു കുറ്റകൃത്യത്തിൽ പൊതുതാൽപര്യം മുൻനിർത്തിയാണ് SFIO വരിക. പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് SFIO വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു ഡിഫൻസിനും ഇനി സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ROCക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കാവുന്ന സ്ഥലത്ത് വ്യക്തതയോടെ വിശദീകരിക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല. എന്നു മാത്രവുമല്ല, എക്സാലോജിക് കമ്പനി പൂട്ടുന്നതിന് വേണ്ടി ഹാജരാക്കിയ എല്ലാ രേഖകളും വ്യാജരേഖകളാണെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ രണ്ട് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് SFIO വരുമ്പോൾ സ്വാഭാവികമായും കുരുക്ക് മുറുകുന്നു. അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ് എന്ന് മാത്രം വിശദീകരിക്കാൻ കഴിയില്ല. വാദം കേട്ടില്ല എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി, അതിനകത്ത് KSIDC ഒരു വലിയ മുൻകരുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തിട്ടുണ്ട്. അവർ ഈ കേസിനെ വളരെ സീരിയസ് ആയി കാണുന്നതുകൊണ്ടാണ് AGയിൽ നിന്നോ DGPയിൽ നിന്നോ അല്ല അവർ നിയമോപദേശം തേടുന്നത്. പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് അവരിത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, KSIDC ഈ CMRലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 13.4% ഓഹരിയുള്ളൊരു ഒരു പൊതുമേഖലാ സ്ഥാപനമായിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് കൂടി, അതായത് KSIDCയിൽ ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്നതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പങ്കെന്ന് കൂടി ഈ ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പം പിന്നെ EDയുടെ ഒരു കേസുണ്ടല്ലോ കിഫ്ബിയുടെ കാര്യത്തിനകത്ത്, അതിനകത്ത് പിന്നെ തോമസ് ഐസക് പറയുന്നത്, അതെ, അപ്പോൾ തോമസ് ഐസക് പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇതിനകത്ത് മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയുന്നത് പോലെ, ഇതിനകത്ത് KSIDCയുടെ ഡയറക്ടർ ബോർഡിലേക്ക് പോകുന്ന ആളുകളെ തീരുമാനിക്കുന്നതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്നിരിക്കെ അതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കുരുക്കായിട്ട് നിൽക്കുന്നുണ്ട്. ദയർ ഈസ് എ കേസ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ആ കേസ് അന്വേഷിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അന്വേഷിച്ചാൽ രണ്ട് കൺക്ലൂഷനേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്നുകിൽ നിങ്ങളെ തെളിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടണം. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം എന്നിരിക്കെ ഈ സംഭവങ്ങളിനകത്ത് വളരെ ഒരു പ്രതിസന്ധി ഒന്ന് KSIDCയുടെ അഭിഭാഷകനെ കുറിച്ചൊരു, നമ്മൾ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനെ വിളിച്ചു എന്ന് പറയുന്നത് നോക്ക്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡൽഹിയിൽ നിന്നല്ലാതെ നമുക്ക് കേരളത്തിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനെ അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു അഭിഭാഷകനെ കൊണ്ടുവരും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, വാദം കേട്ടില്ല എന്ന് വീണ വിജയൻ പറഞ്ഞതിനകത്ത് ഇൻറ്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിഷയത്തിലാണ്. പിന്നീട് ROC പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ഹാജരാക്കാൻ പറയുമ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള ഏത് ഡോക്യുമെന്റ് ആണ് ഹാജരാക്കേണ്ടതെന്നത് വ്യക്തത നൽകണം എന്ന് ആവശ്യപ്പെട്ട മറുപടിയിൽ പിന്നെ വീണ്ടും ഇന്ന ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞാലല്ലേ ഇന്ന ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ചോദിച്ചു എങ്ങനെ പറയാൻ പറ്റുക? മൂന്ന് ചോദ്യങ്ങളാണ് ROC ചോദിച്ചത്. ഒന്ന്, കരാർ രേഖ എവിടെ? അതായത് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കരാർ. രണ്ട്, കൊടുത്ത സേവനങ്ങൾ എന്ത്? മൂന്ന്, കമ്പനിയുമായി നടത്തിയ ആശയവിനിമയങ്ങൾ ഹാജരാക്കുക. ഈ മൂന്ന് കാര്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ROC ഇവാസീവ് ആയിരുന്നു എന്ന വാക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് ക്ലിയർ അല്ല. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ, നിങ്ങൾ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് ഞാൻ ഒരു കേന്ദ്ര ഏജൻസി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്നു, പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ്
ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആര് ചോദിച്ചു? അല്ലല്ല, ഏത് public- ഞാൻ പറയട്ടെ. അങ്ങനെ ഇതെങ്ങനെയാ പബ്ലിക് ഡൊമൈനിൽ വരിക? കമ്പനിയുമായി നടത്തിയ അതായത് CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നിങ്ങളുടെ ഈ സേവനങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവാ ചോദിക്കുന്നത്. ആ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ കഴിഞ്ഞൊക്കെ പറയട്ടെ. കഴിയും പറയാം. 2, കൊടുത്ത സേവനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാമല്ലോ. ഇത് 3 ചോദ്യങ്ങൾക്കും മറുപടി നൽകാത്തതുകൊണ്ട് ROC ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ. അവർക്ക് അവിടെ വന്നിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു എന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഡോക്യുമെന്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അങ്ങോട്ടേക്ക് കൊടുക്കാൻ കഴിയില്ല. പറയട്ടെ, അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾക്കും വ്യക്തതയില്ലായിരുന്നു. മാത്രമല്ല ഇവാസീവ് ആയിരുന്നതുകൊണ്ട് 447, 448 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ കാര്യങ്ങളിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കലാണ് അങ്ങനെയാണെങ്കിൽ നടന്നിട്ടുള്ളതെന്ന് ROC പറയുന്നു. 2 അവിടെ ഒറ്റ കാര്യം കൂടി. 2 ഡോർമെന്റിനെ കുറിച്ച് ഇപ്പം വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. 2 അത് കഴിഞ്ഞിട്ട് ഇത് മരവിപ്പിച്ച കമ്പനിയാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും തെറ്റായിരിക്കുന്നു. 1 ടാക്സ് കൊടുക്കാനുള്ള 44 ലക്ഷത്തിന്റെ ടാക്സ്. 44 ലക്ഷത്തിന്റെ അല്ല പറയട്ടെ, നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് പോകാമല്ലോ. 44 ലക്ഷത്തിന്റെ ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിനകത്ത് പറയുന്നു. അതുപോലെ ഇടപാട് നടന്നിട്ടില്ല. 2022 നവംബറിൽ പോയിട്ട് ഈ കമ്പനി നിർത്തലാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മുമ്പുള്ള 2 വർഷക്കാലത്ത് ഒരു ഇടപാട് നടക്കാൻ പാടില്ല. 2021 ഇടപാട് നടന്നതായിട്ട് കണ്ടെത്തുന്നു. ടാക്സ് എവേഷൻ കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ട് ആ ചാർട്ടേഡ് അക്കൗണ്ടിന് അടക്കമുള്ള ഒരു പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടുത്ത കേസ് വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേസിൽ നിന്ന് അടുത്ത കേസിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരിടത്ത് നിർത്തരുത്, അതിങ്ങനെ വർദ്ധിച്ചു. ഇതൊക്കെ ഒരു സീരിയസ് ആയ കേസല്ലേ? ഞാനും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പോ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്നേ. ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണവും നിൽക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഈ ഡോക്യുമെന്റ് തരണം. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിലുണ്ടല്ലോ ഈ വിഷയങ്ങൾ. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു കരാർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇവർ തമ്മിലുള്ള എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ഒരു കരാർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. മറ്റൊരു എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ അവർ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു എഗ്രിമെൻറ്റും കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഈ രേഖ ഉണ്ടെന്നേ. ഈ രേഖ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മതി. ROC ആവശ്യപ്പെട്ടാൽ മതി. അത് കൊടുക്കാൻ വീണ വിജയൻ ബാധ്യസ്ഥയാണ്. ഒരു പൗര എന്നുള്ള നിലയിൽ ഞാനാണെങ്കിലും അത് ബാധ്യസ്ഥയാണ്. ആ ഡോക്യുമെന്റ് ചോദിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റുകൾ കൊണ്ടുതരണം എന്ന് പറഞ്ഞാൽ ഏതാ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് എന്നുള്ള ഒരു മറുപടി ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി വേണം. ഇന്നതാണ് ഡോക്യുമെന്റ് എന്ന് സുജിയ പറയുന്നു. അങ്ങനെ ചോദിച്ചു, എവിടെ? അങ്ങനെ ചോദിച്ചിട്ടില്ല. ആകെ എന്റെ സുജിയ ഒരു തവണയാണ് നിങ്ങളോട് വിശദീകരണം ചോദിക്കുക. ആ വിശദീകരണത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള മറുപടി പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ഏതാണ് നോക്കൂ. അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. വീണ വിജയൻ വിശദീകരിക്കണോ വേണ്ടോ എന്നുള്ള വീണ വിജയൻ തീരുമാനിക്കണം, ഞാനല്ല. നോക്കൂ, അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അസസ്മെന്റിൽ കണ്ടതാണ്. അപ്പോൾ ആ ഡോക്യുമെന്റ് ഇല്ലാഞ്ഞിട്ടല്ല കൊടുക്കാതിരിക്കുന്നത്. ആ ഡോക്യുമെന്റ് ഏതാണെന്ന് വിശദീകരിക്കാത്തതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. കമ്പനി തുടങ്ങിയത് പെൻഷൻ തുക ഉപയോഗിച്ചാണ് എന്നൊക്കെ നിയമസഭയിൽ പറയുന്നത് പോലെ ഈ വിഷയം ആ കൺക്ലൂഷനിലേക്ക് എത്താൻ എന്തായാലും ഞാനില്ല. കാരണം അത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇനി വീണ വിജയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണർക്ക് ഏതെങ്കിലും തരത്തിൽ മകൾക്കെതിരായ ആരോപണം വ്യാജമാണെന്ന് കാര്യം പറയേണ്ടത് മകളാണ്. മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അമിത്ഷാ പറയും. പാർട്ടി പറയുന്നതിലാണ് ഇവിടെ എന്തർത്ഥത്തിലാണ് പാർട്ടി അത് ഏറ്റെടുത്ത് പ്രതിരോധം തീർക്കുന്നത്? അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണം. അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ലേ കോടിയേരിയുടെ മകനെതിരെ പാർട്ടി സെക്രട്ടറിക്കെതിരെയല്ലേ? പാർട്ടി സെക്രട്ടറിക്കെതിരെയല്ലേ? പാർട്ടിക്കെതിരെ നോക്കൂ സ്മൃതി, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ആക്ഷേപം വന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് അത് പറഞ്ഞത്, അല്ലേ? അതെ. എന്നും മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ തന്നെ മാറി നിൽക്കുകയുണ്ടായി. അത് കോടിയേരി അതാണ് മുഖ്യമന്ത്രിയും ഒരു മുഖ്യമന്ത്രിമാരിങ്ങനെ വരിക പോവുക. വളരെ സമാധാനത്തോടു കൂടിയാണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരാളിപ്പോ ജയിലിലാണ്, വേറൊരാളതാ ഇപ്പൊ കോച്ചിങ് കൊണ്ട് ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുണ്ട്, ചുരുക്കി പറയാം. അതായത് നോക്കൂ, ഈ രാജ്യത്ത് EDയും CBI ഉപയോഗിച്ച് കേസുകൾ അന്വേഷിക്കുന്നത് പ്രതിപക്ഷത്തെ തുറുങ്കിൽ അടയ്ക്കാനാണ് എന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ എടുത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ മുമ്പ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദർ ഇസ് എ കേസ്. ആ കേസിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ കേസിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ 2004 മുതൽ 2009 വരെയുള്ള 5 വർഷക്കാലം ലാലു
പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ ജോബ് ഫോർ സ്കാം എന്ന് പറഞ്ഞിട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടാകുകയാണ്. 600 കോടി രൂപയുടെ പിന്നെ കേസാണ് ആ കേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഷിബു സോറിനെ പിടിച്ച് അകത്തുണ്ടെന്ന് പറയുന്നല്ലോ, 36 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എടുക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി ആയിരുന്നു ഒരു കൽക്കരി ഖനിയുടെ കരാർ വ്യക്തിപരമായി നേടുകയാണ്, ആദിവാസി ഭൂമി എടുക്കുകയാണ്. there is a case. ഞാൻ പറയുന്നത് ED അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കേസാണ്. ഇപ്പോൾ ഒരു മന്ത്രി വെസ്റ്റ് ബംഗാളിൽ അകത്ത് കിടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ 2000 രൂപയുടെ നെട്ടുകെട്ടുകൾ ഇങ്ങനെ കണ്ടതാണ്, സ്വർണ്ണവും ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന ഫോട്ടോഗ്രാഫ് കണ്ടതാണ്. there is a case. കേസ് കഴിഞ്ഞ ദിവസം ഒരു തർക്കം ഉണ്ടായിരുന്നു ബാർ കോഴയുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എന്താ 25 ലക്ഷം കിട്ടുന്നല്ലേ? എന്തായിരുന്നു കേസ്? വിജിലൻസ് കേസ് എന്തായിരുന്നു അറിയോ? 100 കോടിയായിരുന്നു. 100 കോടിയുടെ കേസ്. അതാണ് അത് പറഞ്ഞത് നന്നായി. 2016 അധികാരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരാൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഈ കേസ് 2016 എത്ര കോടിയുടെ കേസായിരുന്നു? 100 കോടിയുടെ വിജിലൻസ്. ഇപ്പൊ എത്രയാണ്? 1/4 കോടിയില്ല. ED കണ്ടുകെട്ടിയിരിക്കുകയാണ് ഈ സ്വത്ത്. ഇനിയും അത് കേസായിട്ട് തന്നെ ഞാൻ പറയട്ടെ 1/4 കോടി 25 ലക്ഷം എന്ന് പറഞ്ഞാൽ 1/4 കോടി. 100 കോടി ഒരു സ്ഥലത്ത് 25 ലക്ഷം. അതായത് 100 കോടിയുടെ കേസ് എന്ന് അന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് അതിന്റെ ഡിജിറ്റ് ഓർമ്മയില്ല. എന്താ കെ ബാബുവിനെതിരായിട്ടുള്ള ആക്ഷേപം ആ കാലത്തുണ്ടായിരുന്നത്? ബാറിൽ കെ ബാബുവിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് അനുവദിക്കുന്നതിന് വേണ്ടി കെ ബാബു ഇടപെട്ടു എന്നുള്ളതാണ്. അതിൽ കൂടെ വരുമാനത്തിൽ കവിഞ്ഞിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയല്ലോ. ഇപ്പോൾ 25 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിലെ അധിക വരുമാനം, 28 ലക്ഷം രൂപയെങ്കിലും അധിക വരുമാനം കണ്ടെത്തിയല്ലോ. അത് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ നേരത്തെ ഉണ്ണി ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കേസാണ് ഒരു തുടർ നടപടിയിലേക്ക് പോയിട്ടുള്ളത്? കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലഘട്ടം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറവൂർ MLA VD സതീശൻ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇതേ ടേബിളിൽ ഇരുന്നു കൊണ്ട് എന്നോടാണ് പറഞ്ഞത് ഇത് കൊള്ളയല്ലെന്ന് ചോദിച്ചപ്പോൾ, കൊള്ളയല്ല നികേഷേ, തീവട്ടിക്കൊള്ളയാണെന്ന്. ആ കാലഘട്ടത്തിൽ തീവട്ടിക്കൊള്ള നടന്നു എന്ന് പറഞ്ഞ MLA ആണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് പിടിക്കപ്പെടുന്നില്ല, എനിക്കെന്താ തർക്കം? Meet the editors.